MECH PSC ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെറ്റൽ കട്ടിംഗ് സോസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം മെറ്റൽ കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സോയാണ് ഹാക്സോ എന്ന് പറയുന്നത്. അപ്പോൾ ഹാക്സോ എന്താണെന്നും അതിലെ ടൂളുകളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ നമുക്ക് നോക്കാം. ഹാക്സോ എന്ന് പറയുന്നത് ഒരു മെഷീൻ ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു ഫിറ്റിംഗ് ഷോപ്പിലോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടൂളാണ്. മെറ്റൽസിനെയോ അല്ലെങ്കിൽ അതർ മെറ്റീരിയൽസിനെയൊക്കെ കട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കട്ടിംഗ് ടൂളാണ് ഹാക്സോ ബ്ലേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടാതെ കട്ട്, സ്ലോട്ട്സ് ആൻഡ് കോണ്ടൂഴ്സ് ആ ഒരു പർപ്പസിനും ഉപയോഗിക്കാറുണ്ട്. ഇതാണ് ബേസിക്കലി ഒരു ഹാക്സോ ബ്ലേഡിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു മെറ്റൽ ഫ്രെയിം ഉണ്ടായിരിക്കും, അതിൻ്റെ അറ്റത്തായിട്ടൊരു വുഡൻ ഹാൻഡിൽ ഉണ്ടായിരിക്കാം. ഇനി ആ മെറ്റൽ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഹാക്സോ ബ്ലേഡിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പാർട്സുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹാക്സോ ഫ്രെയിം ഡീറ്റെയിൽസ് കാണാം. അതിൻ്റെ ആക്ച്വൽ വ്യൂസും നമുക്കിവിടെ കാണാം. ഒരു ഹാൻഡിൽ ഉണ്ടായിരിക്കും, ഒരു ഫ്രെയിം ഉണ്ടായിരിക്കും. ഈ ഫ്രെയിമിൻ്റെ അറ്റത്ത് വിങ് നെട്ട് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് നെട്ട്, ആ നെട്ടാണ് ഈ ബ്ലേഡിനെ ടൈറ്റാക്കി നിർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഹാക്സോ ബ്ലേഡിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് നെട്ട് വിങ് നെട്ട് ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു അഡ്ജസ്റ്റബിൾ ഹാക്സോ ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് സോളിഡ് ഹാക്സോയാണ്. ഇതിലെ ബ്ലേഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. എന്നാൽ അഡ്ജസ്റ്റബിൾ ഹാക്സോയുടെ കേസിൽ നമുക്ക് ഈ ഒരു ഹാക്സോയുടെ ഫ്രെയിം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ബ്ലേഡിൻ്റെ സൈസിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ഒരു സ്ക്രൂ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു 2 ഹിഞ്ചിൽ ഹാക്സോ ബ്ലേഡിനെ ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം, അപ്പോൾ ഇതിലെ ഈ ഒരു എൻഡിനെ നമ്മൾ ഫിക്സ്ഡ് ബ്ലേഡ് ഹോൾഡർ എന്നാണ് വിളിക്കുക. ഈ അറ്റത്തിനെ അഡ്ജസ്റ്റബിൾ ബ്ലേഡ് ഹോൾഡർ എന്നും വിളിക്കും. അപ്പോൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിങ് നെറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ടൈറ്റ് ആവുകയും ബ്ലേഡ് കറക്റ്റ് പൊസിഷനായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഹാക്സോയുടെ ടൈപ്പുകൾ, ഹാക്സോ ഫ്രെയിമിൻ്റെ ടൈപ്പുകൾ സോളിഡ് ഫ്രെയിം എന്നും അഡ്ജസ്റ്റബിൾ ഫ്രെയിം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ സോളിഡ് ഫ്രെയിം ഹാക്സോകൾ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ലെങ്ത്തിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലെങ്ത്തുള്ള ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത്തുള്ള ബ്ലേഡ് മാത്രമേ ആ ഒരു ഫ്രെയിമിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ അഡ്ജസ്റ്റബിൾ ഫ്രെയിം ആവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബ്ലേഡിൻ്റെ ലെങ്ത്ത് പല ലെങ്ത്തിലുള്ള ബ്ലേഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ സ്റ്റാൻഡേർഡ് ലെങ്ത്തുകളുള്ള ബ്ലേഡുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിലേതെങ്കിലും സ്റ്റാൻഡേർഡ് ലെങ്ത്തുള്ള ബ്ലേഡുകൾ നമുക്ക് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റബിൾ ഫ്രെയിം ഹാക്സോയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അഡ്ജസ്റ്റബിൾ ഫ്രെയിമുള്ള ഹാക്സോ തന്നെ ഫ്ലാറ്റ് ടൈപ്പ്, ട്യൂബുലർ ടൈപ്പ് എന്നിങ്ങനെ 2 ടൈപ്പിൽ വരാറുണ്ട്. അപ്പോൾ ഫ്ലാറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രെയിം ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ട്യൂബുലർ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള അറേഞ്ച്മെൻറ്റിലായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ട്യൂബുലർ ഫ്രെയിമാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് അഡ്ജസ്റ്റബിൾ ഫ്രെയിം ഹാക്സോ. ട്യൂബുലർ ഫ്രെയിം ഹാക്സോ ആവുന്ന സമയത്ത് ബെറ്റർ ഗ്രിപ്പും കൺട്രോളും ഒക്കെ സോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാറുണ്ട്. അപ്പം പ്രോപ്പർ വർക്കിംഗ് ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും റിജിഡ് കൺസ്ട്രക്ഷനിലുള്ള ഫ്രെയിമുകൾ നമ്മൾ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹാക്സോ ബ്ലേഡ് എന്ന് പറയുന്നത് ഹാക്സോ ഫ്രെയിമിൽ ഉപയോഗിക്കുന്ന ടൂളാണ്. അപ്പോൾ ഈ ഒരു സോയിങ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് ഹാക്സോ ബ്ലേഡ്. അപ്പോൾ അതിൻ്റെ ഫ്രെയിമിൽ നമുക്ക് ഹാക്സോ ബ്ലേഡ് ഫിറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ബ്ലേഡിൻ്റെ ഒരു കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2 പിൻ ഹോൾ കാണാം. ആ പിൻ ഹോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ലെങ്ത്ത് എന്ന് വിളിക്കും. ഈ പിൻ ഹോളിലാണ് ഫ്രെയിം ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രെയിമിൻ്റെ ഹിഞ്ചസ്
ഈ ഒരു പിൻ ഹോളിൽ അതിൽ ഒരു എൻഡ് ഫിക്സഡ് ആയിരിക്കും, ഒരു എൻഡ് അഡ്ജസ്റ്റബിളും ആയിരിക്കും. പിന്നെ അതിൻ്റെ ബാക്ക് എഡ്ജ് കാണാം, അവിടെ നമുക്ക് ടീത്തുകളൊന്നുമില്ല. ഇതിൻ്റെ താഴത്തായിരിക്കും ടീത്തുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു പിൻ ഹോളുകൾ കണക്ട് ചെയ്തുകൊണ്ടുള്ള ലൈനാണ് സെൻട്രൽ ലൈൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇത് അതിൻ്റെ സൈഡാണ്. അപ്പോൾ ബ്ലേഡിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റാണ് സൂം ചെയ്ത് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ഹാക്സോ ബ്ലേഡ് എന്ന് പറയുന്നത് തിന്ന് നാരോ സ്റ്റീൽ ബാൻഡാണ് വിത്ത് ടീത്ത്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ടീത്തുകൾ ഉണ്ടായിരിക്കും. ആൻഡ് 2 പിൻ ഹോൾസ് അറ്റ് ദ എൻഡ്സ്. അപ്പോൾ എപ്പോഴും ഹാക്സോ ഫ്രെയിമിൻ്റെ കൂടെയാണ് നമ്മൾ ഹാക്സോ ബ്ലേഡ് ഉപയോഗിക്കുക. ഹാക്സോ ബ്ലേഡ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ലോ അലോയ് സ്റ്റീൽ കൊണ്ടോ ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടോ ആണ്. ലോ അലോയ് സ്റ്റീൽ ഓർ ഹൈ സ്പീഡ് സ്റ്റീൽ. പിന്നെ അത് സ്റ്റാൻഡേർഡ് ലെങ്ത്തിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 250 mm, 300 mm എന്നീ സ്റ്റാൻഡേർഡ് ലെങ്ത്തിലായിരിക്കും ഹാക്സോ ബ്ലേഡുകൾ അവൈലബിൾ ആവുക. ഇനി അഡ്ജസ്റ്റബിൾ ഫ്രെയിം ഉള്ളതിലാണെങ്കിൽ നമുക്ക് ഇതിലേത് ബ്ലേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഹാക്സോ ബ്ലേഡിൻ്റെ ടൈപ്പുകൾ നോക്കുകയാണെങ്കിൽ ഹാർഡ് ബ്ലേഡ്, ഫ്ലെക്സിബിൾ ബ്ലേഡ് എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ ഹാർഡ് ബ്ലേഡ് ആവുന്ന സമയത്ത് ഹാർഡൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ബ്ലേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. പിൻ ഹോളിൻ്റെ ഇടയിലുള്ള എല്ലാ ഏരിയാസും ഹാർഡൻ ചെയ്ത ഏരിയ ആയിരിക്കും. ഫ്ലെക്സിബിൾ ബ്ലേഡ് ആവുന്ന സമയത്ത് അതിൻ്റെ ടീത്ത് മാത്രമേ ഹാർഡൻ ചെയ്യുള്ളൂ. ബാക്കിയുള്ള ഏരിയ ഒക്കെ കുറച്ച് സോഫ്റ്റ് ആവുന്ന, ഫ്ലെക്സിബിൾ ആവുന്ന രീതിയിലായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഫ്ലെക്സിബിൾ ബ്ലേഡ് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാരണം നമുക്ക് കർവ്ഡ് ലൈനൊക്കെ കട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്ലേഡാണ്. അതിൻ്റെ ടീത്ത് മാത്രമേ ഹാർഡൻ ഉണ്ടായിരിക്കുകയുള്ളൂ. ബോഡി ഫ്ലെക്സിബിളാണ്. അതുകൊണ്ട് നമുക്ക് കർവേച്ചറൊക്കെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ ഈ ഒരു ഫ്ലെക്സിബിൾ ബ്ലേഡ് സഹായിക്കും. ഇനി നമുക്ക് ഹാക്സോ ബ്ലേഡിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് സ്പെസിഫിക്കേഷൻ വരാറുണ്ട്. ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് ലെങ്ത്ത്, തിക്നെസ് ആൻഡ് വിഡ്ത്ത്, നമ്പർ ഓഫ് ടീത്ത് പെർ സെൻറ്റിമീറ്റർ, പിച്ച്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് ഹാക്സോ ബ്ലേഡിനെ സ്പെസിഫൈ ചെയ്യാം. ഇപ്പോൾ മെറ്റീരിയലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഹാക്സോ ബ്ലേഡ് ജനറലി മെയ്ഡ് ചെയ്യുന്നത് ടൂൾ സ്റ്റീൽ കൊണ്ട്, ലോ ടെൻഷൻ അലോയ് സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ. അപ്പോൾ ഇതിൽ ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് HSS ഹാക്സോ ബ്ലേഡ് എന്ന് പറയുന്നത്. പിന്നെ സ്പെഷ്യൽ പർപ്പസിനനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള ടൂൾ സ്റ്റീൽ കൊണ്ടും ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടും ഒക്കെ ഉള്ള ഹാക്സോ ബ്ലേഡുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് HSS ഹാക്സോ ബ്ലേഡിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും. ഇനി ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് ഹാർഡ് ബ്ലേഡ്, ഫ്ലെക്സിബിൾ ബ്ലേഡ് എന്നിങ്ങനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തത് നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ ഹാർഡ് ബ്ലേഡ് ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അലോയ് സ്റ്റീൽ പോലെയുള്ള ഹാർഡായിട്ടുള്ള മെറ്റീരിയലിനൊക്കെ കട്ട് ചെയ്യാനൊക്കെയാണ് ഈ ഒരു ഹാർഡ് ബ്ലേഡ് യൂസ് ചെയ്യുന്നത്. ഫ്ലെക്സിബിൾ ബ്ലേഡ് ആവുന്ന സമയത്ത് അതിൻ്റെ ടീത്ത് മാത്രമേ ഹാർഡനിങ് ചെയ്യുള്ളൂ. അതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് സോഫ്റ്റാണ്. അപ്പോൾ അത് പൊട്ടാനുള്ള സാധ്യത ഒക്കെ കുറവായതുകൊണ്ട് ജനറൽ വർക്കിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ട് ഹാക്സോ ബ്ലേഡ് പറയുകയാണെങ്കിൽ ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിൻ ഹോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ലെങ്ത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ട് സൈസിലാണ് കോമൺലി വരുന്നത്, 250 mm ആൻഡ് 300 mm. തിക്നെസ്സിനെ ബേസ് ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ജനറലി 0.65 mm ആണ് തിക്നെസ് ഒരു ഹാക്സോ ബ്ലേഡിന് വരാറ്. വിഡ്ത്ത് 12.5 mm. 0.65 mm തിക്നെസ്സും 12.5 mm വിഡ്ത്തുമുള്ള ബ്ലേഡാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇനി നമ്പർ ഓഫ് ടീത്ത് പെർ സെൻറ്റിമീറ്ററിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് 5 to 12 mm വരെ ടീത്തുള്ള
ഹാക്സോ ബ്ലേഡുകളാണ്. ഇനി പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ടീത്ത് ഓൺ എ ബ്ലേഡ്. ഇപ്പോൾ ബ്ലേഡിൻ്റെ ഈ ഒരു പൊസിഷനിൽ നിന്നും സിമിലറായിട്ട് അടുത്ത പൊസിഷനിലേക്ക് വരുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് പിച്ച്. അപ്പോൾ ഇത് മുതൽ ഇതുവരെ ആവാം, അല്ലെങ്കിൽ ഇത് മുതൽ ഇതുവരെ ആവാം. അപ്പോൾ സിമിലർ പൊസിഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇവിടെ ഫിഗറിൽ പിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിച്ച് ഓരോ മെറ്റീരിയലിനും എങ്ങനെയാണ് പിച്ച് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോഴ്സ് ആവുന്ന സമയത്ത് 1.8 mm ആയിരിക്കും പിച്ച് വരിക. മീഡിയം ടൈപ്പ് ബ്ലേഡ് ആവുകയാണെങ്കിൽ 1.44 mm to 1 mm. പിന്നെ ഫൈൻ കേസിൽ വരുമ്പോൾ 0.8 mm ആണ് പിച്ച് കൊടുക്കുക. മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ അയൺ ആൻഡ് സ്റ്റീലിന് 6 to 7 ടീത്ത് പെർ സെൻറ്റിമീറ്റർ ആവശ്യമാണ്. അത് സോളിഡ് മെറ്റൽ ആണെങ്കിൽ, ഇനി ട്യൂബോ തിൻ ഷീറ്റൊക്കെ ആണെങ്കിൽ 12 ടീത്ത് പെർ സെൻറ്റിമീറ്റർ ഉള്ള ബ്ലേഡ് യൂസ് ചെയ്താൽ മതി. ഇനി അയൺ അല്ലാത്ത നോൺ ഫെറസ് മെറ്റീരിയലൊക്കെ ആകുന്ന സമയത്ത് 5 to 6 ടീത്ത് പെർ സെൻറ്റിമീറ്ററും 8 to 10 ടീത്ത് പെർ സെൻറ്റിമീറ്ററുമാണ് വരിക. പിന്നെ ബ്ലേഡ് ഉപയോഗിക്കുന്ന സമയത്ത് സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ കേസിൽ കോഴ്സ് പിച്ച് ബ്ലേഡ്സും, ഹാർഡ് മെറ്റീരിയൽസിൻ്റെ കേസിൽ സോഫ്റ്റ് പിച്ച് ബ്ലേഡുകളാണ് ഉപയോഗിക്കുക. അപ്പോൾ ആ കേസ് ഓർത്ത് വെക്കണം. ഫോർ സോഫ്റ്റ് മെറ്റൽസ് കോഴ്സ് പിച്ച് ബ്ലേഡ്സ് ആൻഡ് ഫോർ ഹാർഡ് മെറ്റൽസ് സോഫ്റ്റ് പിച്ച് ബ്ലേഡ്സ് ആർ യൂസ്ഡ്. ഹാക്സോ ബ്ലേഡിൻ്റെ സെറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അതിൻ്റെ ടീത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അടുത്തതായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ സൈഡിലേക്കൊക്കെ ബെൻഡായിട്ടുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ടീത്ത്. നേരത്തെ പിച്ചിൻ്റെ ഫിഗറിൽ അതിൻ്റെ ഒരു ജനറൽ ഷേപ്പ് നമ്മൾ കണ്ടിരുന്നു. അതിൽ കൂടാതെ അതിൽ 2 സൈഡിലേക്കും അതിൻ്റെ ബ്ലേഡുകൾ ടീത്തുകൾ ബെൻഡായി നിൽക്കുന്ന രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ ഇത്തരത്തിൽ ബെൻഡ് ചെയ്യിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കട്ട് ചെയ്യാനുള്ള ഒരു ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബ്ലേഡ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായി കട്ടിങ് ആക്ഷൻ നടന്ന് ആ ബ്ലേഡ് റിലീസ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് നമുക്ക് നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്ത് പ്രോപ്പർ ക്ലിയറൻസ് ഒക്കെ കൊടുത്ത് കട്ടിങ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബെൻഡ് കൊടുക്കാനുള്ള കാരണം. കൂടാതെ ബ്ലേഡിൻ്റെ ബെൻഡിങ് തടയുന്നതും അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ടീത്തിനെ ബെൻഡ് ചെയ്യിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ സെറ്റിംഗ് ഓഫ് ബ്ലേഡ് എന്നാണ് വിളിക്കാറ്. അപ്പോൾ അതിൻ്റെ ടീത്ത് സെറ്റ് ചെയ്യിക്കുന്ന പ്രോസസ്സാണ് സെറ്റിംഗ് ഓഫ് ബ്ലേഡ്. കോമൺലി 2 ടൈപ്പ് സെറ്റിംഗ് ആണ് യൂസ് ചെയ്യാറ്. സ്ട്രാഗേർഡ് സെറ്റ്, വേവ് സെറ്റ്. അപ്പോൾ സ്റ്റാഗേർഡ് സെറ്റിൻ്റെ ഒരു ഫിഗർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ടീത്തുകൾ നോക്കുകയാണെങ്കിൽ ബെൻഡ് ഈ സൈഡിലേക്ക് ബെൻഡ്, ഈ സൈഡിലേക്ക് ബെൻഡ്, അങ്ങനെ ബെൻഡായിട്ട് വരുന്ന രീതിയിലാണ്. ഇതിൻ്റെ ഫ്രീ കട്ടിങ് ആക്ഷൻ കിട്ടാൻ നമുക്ക് ഈ ഒരു ക്ലിയറൻസ് പ്ലസ് ഈ ഒരു ക്ലിയറൻസും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇപ്പോൾ നോർമൽ വിഡ്ത്ത് ഇത്രയാണ് വരുന്നതെങ്കിൽ ഈ ക്ലിയറൻസ് ബെൻഡ് ചെയ്തതിൻ്റെ എഫക്റ്റായിട്ടാണ് ഈ ഒരു വിഡ്ത്തിലേക്ക് അത് മാറിയത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാഗേർഡ് സെറ്റിൻ്റെ കേസിലാണെങ്കിൽ ആൾട്ടർനേറ്റ് ടീത്ത് ഓർ ഗ്രൂപ്പ്സ് ഓഫ് ടീത്ത് ആർ സ്റ്റാഗേർഡ്. അപ്പോൾ ദിസ് അറേഞ്ച്മെൻറ്റ് ഹെൽപ്സ് ഫോർ ഫ്രീ കട്ടിങ് ആൻഡ് provides for good chip clearance.
അപ്പോൾ ഗുഡ് ചിപ്പ് ക്ലിയറൻസ്, ആ ഗ്യാപ്പൊക്കെ കൂടുതൽ കിട്ടുന്നതാണ് കാരണം സ്മൂത്തായിട്ട് കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ രണ്ടാമത്തെ മെത്തേഡാണ് വേവ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേവ് ഷേപ്പിലാണ് അതിൻ്റെ ടീത്ത് അറേഞ്ച്മെൻറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവുക. കട്ടിങ്ങിലെ ബെറ്റർ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് പിച്ചുള്ള ബ്ലേഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. ബ്ലേഡിൻ്റെ പിച്ചിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 0.8 mm വരെ വേവ് സെറ്റാണ് ഉപയോഗിക്കുക. 1 mm ആണെങ്കിൽ വേവ് ഓർ സ്റ്റാഗേർഡ്, ഓവർ 1 mm ആണെങ്കിൽ സ്റ്റാഗേർഡ്. അപ്പോൾ ഇത്തരത്തിലാണ് ബ്ലേഡുകൾ യൂസ് ചെയ്യുക. സോ നേരത്തെ കണ്ട ഹാക്സോ ബ്ലേഡ് എന്ന് പറയുന്നത് ഒരു ഹാൻഡ് ടൈപ്പ് ടൂളാണ്. അപ്പോൾ ഇനി അതിനെ കുറച്ചുകൂടി പർപ്പസുകളൊക്കെ കൂടുതൽ വരുന്ന രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ടും അല്ലെങ്കിൽ ഒരു മോട്ടോറിൻ്റെയോ എൻജിൻ്റെയോ ഒക്കെ സഹായത്താൽ ഓടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു അറേഞ്ച്മെൻറ്റ് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനെ മെറ്റൽ കട്ടിംഗ് സോസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇന്ന് മെറ്റൽ കട്ടിംഗ് സോസുകളൊക്കെ ഒരുപാട് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് പവർ സോ എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ബാൻഡ് സോ, സർക്കുലർ സോ, കോണ്ടൂർ സോ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു മെഷീൻ മെറ്റൽ കട്ടിംഗ് സോസിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ പവർ സോ ആണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റൽ കട്ടിംഗ് സോ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വലിയ മെറ്റീരിയലൊക്കെ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്ത് തരുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നൊരു ഡിവൈസാണ് ഹൊറിസോണ്ടൽ ബാൻഡ് സോ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സർക്കുലർ സോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ലാർജ് ക്രോസ് സെക്ഷനൊക്കെ ഉള്ള മെറ്റീരിയലൊക്കെ നമുക്ക് ഈ ഒരു സർക്കുലർ സോ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് കോണ്ടൂർ സോ എന്ന് പറയുന്നത്. കോണ്ടൂർ സോയുടെ കേസിൽ ഇത്തരത്തിൽ കണ്ടിന്യൂസ് കട്ടിങ് കിട്ടുന്ന രീതിയിലുള്ള ബ്ലേഡ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കോണ്ടൂർ ഷേപ്പുകളൊക്കെ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കർവ് ഷേപ്പുകളൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു സോ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പലതരത്തിലുള്ള കട്ടിങ് ആക്ഷൻസുകളാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. റേഡിയസ് കട്ടിങ്, സ്ലോട്ടിങ്, ആംഗിൾ കട്ടിങ്, നോച്ചിങ്, അങ്ങനെ പലതരത്തിലുള്ള കട്ടിങ് ഓപ്പറേഷൻസുകൾ നമുക്കിവിടെ കാണാം.